ലാൽ സലാം. ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ വന്ന അല്ലെങ്കിൽ വരുന്ന മൂന്നാമത്തെ ചിത്രം. ഇവിടെ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഈ ഒരു സിനിമ 350 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, സിനിമ റിലീസായോ? സിനിമ റിലീസായിട്ടില്ല, ചിത്രീകരണം പോലും പൂർത്തിയായിട്ടില്ല. പക്ഷേ അതിനു മുമ്പേ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 350 കോടിക്ക് മുകളിലുള്ള ആ ഒരു കളക്ഷനാണ്. വേറെ ഒന്നുമല്ല, ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആശീർവാദ് സിനിമാസിൻ്റെ മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 350 കോടി ക്ലബിൽ കയറിയെന്ന് നിർമ്മാതാവിൻ്റെ വെളിപ്പെടുത്തൽ മനോരമ ഹോർത്തൂസിൻ്റെ ആകാശം തൊട്ട് മലയാളം സിനിമ എന്ന ആ ഒരു ഇതിനകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ നടന്നിരിക്കുന്നു എന്നുള്ളതും. അപ്പോൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മലയാളത്തിൽ 500 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ ചിത്രമായി മാറും എന്നുള്ളതാണ്. എന്തായാലും മലയാള സിനിമയുടെ ഗ്രോത്ത് കാണിക്കുക തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു പറച്ചിലിൽ രഞ്ജിത്ത് പുറത്തുവിട്ട കണക്കുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. എന്തായാലും തുടരും എന്ന ചിത്രം നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ഷെയർ 55 കോടിയോളം എന്നുള്ളതാണ് നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത്. സിനിമ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് സർക്കാരിനാണെന്നും രഞ്ജിത്ത് കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഒരു 250 കോടിക്ക് മുകളിൽ കയറിയ ചിത്രവും വീണ്ടും മോഹൻലാലിൽ നിന്ന് അടുത്ത സിനിമ വരുന്നു, അത് ഇറങ്ങും മുമ്പ് 350 കോടിയും നേടുന്നു. ഇതാണ് മോഹൻലാൽ പവർ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതായത് ദൃശ്യം 3 അത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നുള്ളതാണ്. അതായത് വേൾഡ് വൈഡായിട്ട് മലയാളി എന്നുള്ളതല്ല, ലോകമെമ്പാടുമുള്ള ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ ഈ ഒരു സീരീസ് അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് 3, 4, 5 പാർട്ട് വന്നാൽ ഒരുപക്ഷെ 1000 കോടി കയറുന്ന ആദ്യ മലയാള സിനിമയാകും. അങ്ങനെ ചോദിക്കുമ്പോൾ പലർക്കും ഒന്ന് ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്തൊരു എമൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാൽ ഉണ്ടല്ലോ, അത് എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. എന്താണേലും ഇവിടെ 300 കോടി പിറന്നിരിക്കുന്നു, അതിന് മുകളിൽ 350 കോടിയുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നു.